വെൽക്കം ടു സെറ. അപ്പൊ നമ്മൾ മുന്നേയുള്ള സെഷൻസിലായിട്ട് ബാക്കിയുള്ള ക്ലാസ്സസിനെ പറ്റിയിട്ട് ഫൈലം മൊളസ്കിന്റെ ബാക്കി എല്ലാ ക്ലാസ്സസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു ക്ലാസ് കൂടെ അവിടെ ബാക്കിയുണ്ട്. ആ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫൈലം മൊളസ്കയിലെ ക്ലാസ് സെഫാലോപോഡ. ക്ലാസ് സെഫാലോപോഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ് സെഫാലോപോഡയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മോസ്റ്റ് ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മൊളസ്ക് ആണ് ഇത് സെഫാലോപോഡൻ ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ. അപ്പോൾ എല്ലാ ഇൻവെർട്ടബ്രേറ്റ്സും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളതും ആരാണ്? സെഫാലോപോഡയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നത്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ, അല്ലാണ്ട് നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ള ആൾക്കാരൊക്കെ സെഫാലോപോഡയിലാണ് വരുന്നത്. സ്ക്വിഡ്സ്, കട്ടിൽ ഫിഷ്, ഒക്ടോപ്പസ്, നൗട്ടിലി അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുന്ന ഒരു ക്ലാസ് ആണ് ക്ലാസ് സെഫാലോപോഡ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാസ്ട്രോപോഡ മാത്രമായിരുന്നു എന്ത് എക്സിബിറ്റ് ചെയ്യുന്നത്? അസിമെട്രി എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ്ട്രോപോഡ കഴിഞ്ഞ് നമ്മൾ സെഫാലോപോഡയിലേക്കാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഈ ഒരു സെഫാലോപോഡ ഒപ്പം എന്തായിരിക്കും? ബൈലേറ്ററലി സിമെട്രിക്കൽ ആയിരിക്കും. ആസ് യൂഷ്വൽ എല്ലാരെയും പോലെ തന്നെ ഇവരും എന്താണ്? ബൈലേറ്ററലി സിമെട്രിക്കൽ ആയിരിക്കും. അപ്പൊ ഇവർക്ക് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഹെഡ് കാണാൻ വേണ്ടി പറ്റും. നമ്മളിപ്പം ഒക്ടോപ്പസിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് അവർക്ക് ഒരു ഹെഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഹെഡും ഐസൊക്കെ ആർക്ക് ഉണ്ടാവും? ഒക്ടോപ്പസിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഇവർക്ക് എന്തുണ്ട്? വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഐസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഐസ് ആർക്കുണ്ട്? ഈ ഒക്ടോപ്പസ് പോലെയുള്ള ആൾക്കാർക്കുണ്ട്. അപ്പോ നമ്മളിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതിന്റെ എക്സാമ്പിൾ നോക്കുക, അതിന്റെ ഫിഗർ ഓർത്ത് വെക്കുക. ആ ഫിഗർ വെച്ചിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെയുള്ള കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. ആ ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവർക്കൊരു ക്രൗൺ അല്ലെങ്കിൽ ഒരു സർക്കം ഓറൽ ആംസ് ഉണ്ടാവും. സർക്കം ഓറൽ ആംസ് ആർക്കുണ്ടാവും? ഇവർക്ക് പ്രസന്റ് ആയിരിക്കും. ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്കൊക്കെ വന്ന് ഇവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ എന്തായി? ഇവർക്കൊരു ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള വെസൽസ് വഴിയായിരിക്കും ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ സർക്കുലേഷൻ നടക്കുന്നത്. ഇനി ഇവരുടെ നെർവസ് സിസ്റ്റം നോക്കുക. നെർവസ് സിസ്റ്റം ഭയങ്കര ഹൈലി ഓർഗനൈസ്ഡ് ആയിരിക്കും. ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയതുകൊണ്ട് തന്നെ ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റവും അതുകൂടാണ്ട് സെൻസ് ഓർഗൻസും ഇവർക്ക് ഉണ്ടാവും. ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ഉണ്ട്, ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസും കൂടി കാണാൻ വേണ്ടി പറ്റും. ഇവർ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിരിക്കും. ഇവരെ നമ്മൾ എവിടെയാണ് കാണുന്നത്? മറൈൻ കണ്ടീഷനിലാണ് കാണുന്നത്. അതായത് സീ വാട്ടർ, കോസ്റ്റൽ റീജിയനിലൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവർ പെലാജിക് ആണ്, കാർണിവോറസ് ആയിരിക്കും. ഇവർ നല്ലതായിട്ട് ഫുഡ് വൊറേഷ്യസ് ആയിട്ടുള്ള ഒരു ഫീഡേഴ്സ് ആണ് ഇവരെന്ന് പറയുന്നത്. ഇവർ മെയിൻ ആയിട്ടും ആക്റ്റീവ് ആവുന്നത് ആക്റ്റീവ്ലി മൂവിങ് പ്രിഡേറ്റേഴ്സ് ആണ്. അതായത് നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് അതിനുള്ള സ്ട്രക്ചേഴ്സും അപ്പൻഡേജസും ഒക്കെ പ്രസന്റ് ആയതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? അവരുടെ ഒരു ഈസി മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ക്ലാസ് സെഫാലോപോഡ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഒക്ടോപ്പസിനെ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഒരു നന്നായിട്ട് മൂവ് ചെയ്യുന്ന, നന്നായിട്ട് അതിന് വാസ്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരാളാണ് ഒക്ടോപ്പസ് ആയാലും ഇനിയിപ്പോ സ്ക്വിഡ് ആയാലും കട്ടിൽ ഫിഷ് ഒക്കെ ആയാൽ തന്നെ. അപ്പൊ ഇവര് നല്ലൊരു പ്രിഡേറ്റേഴ്സ് ആണ്. മറ്റുള്ളവരെ കൊന്നു ഭക്ഷിക്കുന്ന ആൾക്കാരാണ് ഏത്? ഈ ഒക്ടോപ്പസസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് തോന്നും. ഇതിന് ബൈലേറ്ററലി സിമെട്രിക്കൽ ബോഡിയാണ്, ഡിസ്റ്റിങ്ക്ട് ആണ്, ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഹെഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഐസും കൂടി ഇവർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവരുടെ ആന്റീരിയർ പാർട്ട്, ഫൂട്ടിന്റെ ആന്റീരിയർ പാർട്ട് മോഡിഫൈ ചെയ്തിട്ട് ഒരു ക്രൗൺ ഓഫ് പ്രിഹെൻസൈൽ സർക്കമോറൽ ആംസ് ആയിട്ട് മാറും. സർക്കമോറൽ ആംസ് ആയിട്ട് മാറും. പോസ്റ്റീരിയർ പാർട്ട് ഒരു ഫണൽ ആയിട്ട് മാറും. ആന്റീരിയർ പാർട്ട് എന്തായിട്ട് മാറും? പ്രിഹെൻസൈൽ ആയിട്ടുള്ള സർക്കും ഓറൽ ആംസ്. ഈ ഒരു കാര്യം പഠിച്ചു വെക്കുക. ഫൂട്ടിന്റെ ആന്റീരിയർ പാർട്ട് എന്തായിട്ട് മാറും? പ്രിഹെൻസൈൽ ആയിട്ടുള്ള സർക്കും ഓറൽ ആംസ് ആയിട്ടും പോസ്റ്റീരിയർ പാർട്ട് ഒരു ഫണൽ ആയിട്ടും മാറുന്നുണ്ടാവും. ഇനി ഇവർക്ക് എങ്ങനത്തെ മാൻഡിലാണുള്ളത്? മൊളസ്കേന്റെ എല്ലാം ഒരു ഏറ്റവും നല്ല എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഏത്? മാൻഡിൽ മറന്നു പോകാൻ പാടില്ല. തിക്കായിരിക്കും, മസ്കുലാർ ആയിട്ടുള്ള ലെതറി മാൻഡിലാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അതെന്താണ്? ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു മാൻഡിൽ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. നമ്മൾ നേരത്തെ ക്യൂട്ടിക്കിൾ ഒക്കെ പറഞ്ഞ പോലെ ഈ മൊളസ്ക് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് ഏത്? മാൻഡിൽ എന്ന് പറയുന്നത്. ഇവർക്ക് ഷെല്ല് പ്രസന്റ് ആവാം, ആബ്സെന്റ് ആവാം. ഈ ഒരു ഗ്രൂപ്പിൽ, ഈ ഒരു ക്ലാസ്സിൽ ഷെല്ല് പ്രസന്റും ആവാം, ആബ്സെന്റും ആവാം. അല്ലാണ്ട് ഒരു കംപ്ലീറ്റ്ലി നമുക്ക് അവർ ആബ്സെന്റ് ആണെന്നോ പ്രസന്റ് ആണെന്നോ പറയാൻ പറ്റില്ല. ഓരോന്ന് വരുമ്പോൾ ഓരോന്നിലും ഷെല്ല് ആബ്സെന്റ് ആവും, ഷെല്ല് പ്രസന്റ് ആവുകയും ചെയ്യും. ഇപ്പൊ ഒക്ടോപ്പസ് എടുക്കുകയാണെങ്കിൽ ഒക്ടോപ്പസിന് എന്തില്ല? ഷെല്ലില്ല. ഒക്ടോപ്പസിന് ഷെല്ല് ആബ്സെന്റ് ആയിരിക്കും.
ഇനി പ്രസന്റ് ആണെങ്കിൽ അത് എക്സ്റ്റേണലും ആവാം ഇന്റേണലും ആവാം. എക്സ്റ്റേണൽ ആവാൻ വേണമെങ്കിൽ ഇന്റേണലും ആവാം. ഇവർക്ക് എന്ത് പ്രസന്റ് ആണ്? ഇവർക്കൊരു ഇങ്ക് ഗ്ലാൻഡ് പ്രസന്റ് ആണ്. ഇവർക്കൊരു ഇങ്ക് ഗ്ലാൻഡ് പ്രസന്റ് ആണ്. ആ ഇങ്ക് എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും? ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഇങ്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഡാർക്ക് കളർ ആയിട്ടുള്ള ഇങ്ക് സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സ്, ഇവരുടെ ചുറ്റുപാടുകൾ ഇവർ ഡിസ്കളർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഡിസ്കളർ ചെയ്തുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? എനിമീസിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കൺസീൽമെന്റിന് വേണ്ടിയിട്ടാണ് അവർ ഡിസ്കളർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫീച്ചർ ആണ് അവരെ കുറച്ചും കൂടെ എന്താക്കുന്നത്? കുറച്ചും കൂടെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. എന്ത്? പ്രസൻസ് ഓഫ് ഇങ്ക് ഗ്ലാൻഡ്. അപ്പം ഒരു ഇങ്ക് ഗ്ലാൻഡ് പ്രസന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഇങ്ക് സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഇങ്ക് സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് സറൗണ്ടിങ്സ് ഡിസ്കളർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഒരു പ്രിഡേറ്റർ അവരെ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ ചുറ്റുപാട് അവർ ഡിസ്കളർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിസ്കളർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു കൺസീൽമെന്റ് കിട്ടി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എനിമീസിൽ നിന്ന് ഈസി ആയിട്ട് അവർക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവർക്കൊരു കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഒരു എൻഡോസ്കെലറ്റൻ ഉണ്ട്. ഇവരുടെ ബോഡിയുടെ ഉള്ളിൽ എൻഡോസ്കെലറ്റൻ, അതായത് ഇന്നർ സൈഡിലുള്ള സ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ കാർട്ടിലേജിനസ് ആയിട്ടുള്ള എൻഡോസ്കെലറ്റൻ ആണ് ഇവർക്ക് ഉള്ളത്. അതുകൂടാണ്ട് നമ്മുടെ അവരുടെ ബോഡീനെ സപ്പോർട്ട് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും ഈ ഒരു എൻഡോസ്കെലറ്റൻ അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്ക് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഓറൽ അപ്പാരറ്റസ് ആയിരിക്കും ഉണ്ടാവുന്നത്. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഓറൽ അപ്പാരറ്റസ്, ഒരു മൗത്ത് റീജിയനിൽ, അവരുടെ ഓറൽ റീജിയനിൽ വെൽ ഡെവലപ്ഡ് ആയിരിക്കും. അവർക്ക് എന്തൊക്കെ പ്രസന്റ് ആണ്? റാഡുല പ്രസന്റ് ആണ്. റാഡുല നമുക്കറിയാം ഫയൽ ലൈക്ക് ആയിട്ടുള്ള റാസ്പിംഗ് ഓർഗൺ ആണ്. അപ്പോൾ അതുകൂടാണ്ട് ബീക്ക് ലൈക്ക് ഹോണി ജോസ് ഉണ്ടാവും. ഒരു ബീക്ക്, കൊക്ക് പോലെയുള്ളൊരു ഹോണി ജോസ് ഉണ്ടാവും. ഒരു പെയർ പോയിസണസ് ഗ്ലാൻസ് ഉണ്ടാവും. പോയിസൺ ഗ്ലാൻസ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പറയാറുണ്ട് കൂടുതലായിട്ടും കൂന്തലിലൊക്കെ നല്ല വിഷമുള്ളതാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഒരു പോയിസൺ ഗ്ലാൻഡ് ഉള്ളത് കൊണ്ട് ഇവർക്ക് പ്രേയുമായിട്ട് നന്നായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ പ്രേസിനെയൊക്കെ അകറ്റി നിർത്താൻ ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ പ്രേസിനെയൊക്കെ അവരപ്പൊ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കൊന്നത് കഴിക്കാറുണ്ട്. ഇവരുടെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞ ക്ലോസ്ഡ് ടൈപ്പ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇതെന്ന് പറഞ്ഞ സെഫാലോപോഡ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ക്ലോസ്ഡ് ടൈപ്പ് ആയിരിക്കും. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഉണ്ടാവും. 3 ചേമ്പേർഡ് ആയിട്ടുള്ള മീഡിയൻ ഹാർട്ട് ഉണ്ടാവും. അതുകൂടാണ്ട് ഇവർക്ക് ഒരു ആക്സസറി, ഒരു ബ്രാങ്കിയൽ ഹാർട്ടും കൂടി ഉണ്ടാവും. 3 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ടിന് പുറമെ ഒരു ആക്സസറി ആയിട്ടുള്ള ഒരു ബ്രാങ്കിയൽ ഹാർട്ട് കൂടി ഇവർക്ക് പ്രസന്റ് ആണ്. ഇനി നെർവസ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം. ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ഉണ്ടാവും. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഐസ് ഉണ്ടാവും. ഇവരുടെ ഇന്റലിജൻസ്, അതായത് ഏറ്റവും നന്നായിട്ട് ഇന്റലിജൻസ്, അതുപോലെ തന്നെ ഇവർക്ക് ഗ്രേറ്റ് ലേണിംഗ് പവറും ഉണ്ടാവും. ഈ ഒരു ഗ്രൂപ്പിന് മാത്രമേ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലാസ് സെഫാലോപോഡ ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിന്റെയും കൂടെ ഇവർക്ക് എന്തെല്ലാം ഉണ്ട്? പോയിസണസ് ഗ്ലാൻഡ്സ് കാണാൻ വേണ്ടി പറ്റും. എന്തൊക്കെ കാണാൻ വേണ്ടി പറ്റും? പോയിസൺ ഗ്ലാൻഡ് ഉണ്ട്. അതുകൂടാണ്ട് ഇവർക്ക് ഇങ്ക് ഗ്ലാൻഡ് ഉണ്ട്. അതുകൂടാണ്ട് വേറൊരു ഫീച്ചർ ആണ് ഇവരുടെ ഹൈ ഡിഗ്രി ഓഫ് ഇന്റലിജൻസ് ആൻഡ് ഗ്രേറ്റ് ലേണിംഗ് പവർ. നന്നായിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് സെഫാലോപോഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ സെക്സസ് എന്ന് പറയുന്നത് എന്താണ്? സെപ്പറേറ്റ് ആയിരിക്കും, ഡൈഷ്യസ് ആയിരിക്കും. മെയിലിന് എന്തുണ്ടാവും? ഒരു ക്യാരക്ടറിസ്റ്റിക് കോപ്പുലേറ്ററി ഓർഗൻ ഉണ്ട്. നമ്മൾ വേറെ ആർക്കും പറയാത്തൊരു ഫീച്ചറാണിത്. മെയിലിന് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോപ്പുലേറ്ററി ഓർഗൻ ഉണ്ട്. കോപ്പുലേഷന് വേണ്ടിയിട്ട് ഒരു കോപ്പുലേറ്ററി ഓർഗൻ ഉണ്ട്. അതിന്റെ പേരാണ് സ്പാഡിക്സ്. ഓർത്തൊക്കെ എളുപ്പമായിരിക്കും, സ്പാഡിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തില്ല? ലാർവൽ സ്റ്റേജസ് ഒന്നും തന്നെ ഇല്ല. വിത്തൗട്ട് എനി ലാർവൽ സ്റ്റേജസ് ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആയിട്ടാണ് ഇവർക്ക് നടക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവർക്ക് എന്തുണ്ട്? അൺയൂഷ്വൽ പവർ ആണ് കളർ ചേഞ്ചസിന്. നന്നായിട്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇവരൊന്നെങ്കിൽ ഇമോഷൻസിന്റെ ഭാഗമായിട്ട് കളർ ചേഞ്ച് ചെയ്യും. ഇവരുടെ ഇമോഷൻസ് മാറുന്നതിനനുസരിച്ച് ഇവർ കളർ ചേഞ്ച് കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് അഡാപ്റ്റേഷൻ ആണെങ്കിൽ ഇവർ കളർ ചേഞ്ച് ചെയ്യും. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ മെയിൻ ആയിട്ടും കളർ ചേഞ്ച് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇവർ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ അവർ കളർ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് അവർ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ഇവരുടെ ആക്റ്റീവ് മൂവ്മെന്റ്സ് നമ്മൾ പറഞ്ഞു, ഈ സെഫാലോപോഡൻസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മൂവ്മെന്റ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ നന്നായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് തന്നെ ആ ഒരു ആക്റ്റീവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ ആണ്. ഇവരുടെ ആ ഒരു പ്രൊപ്പൽഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ. ഇനി നമ്മൾ അതിന്റെ എക്സാമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ സെഫാലോപോഡിന്റെ ജനറൽ ക്യാരക്ടേഴ്സും ആര് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടാവും? ഈ ഒരു എക്സാമ്പിളും എക്സിബിറ്റ് ചെയ്യുന്നുണ്ടാവും.
അപ്പൊ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന എക്സാമ്പിൾ ആണ് ലോലിഗോ. ലോലിഗോ ആണ് നമ്മുടെ കോമൺ സ്ക്വിഡ് എന്ന് പറയുന്നത്. നമ്മുടെ കോമൺ സ്ക്വിഡ് ആണ് ഏത്? ലോലിഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഗ്രിഗേറിയസ് ആയിട്ടുള്ള സെഫാലോപോഡ് ആണ്. അത് എവിടെയാണ് കാണുന്നത്? കോസ്റ്റൽ ഡീപ്പർ വാട്ടറിലാണ് നമുക്ക് ഈ ഒരു ഗ്രിഗേറിയസ് ആയിട്ടുള്ള സെഫാലോപോഡിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, മുമ്പോട്ടും ബാക്കോട്ടും ഒക്കെ നന്നായിട്ട് സ്വിം ചെയ്യാൻ പറ്റുന്ന, നമ്മൾ പറഞ്ഞു ആക്റ്റീവായിട്ട് വാട്ടറിൽ സ്വിം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവും? ജെറ്റ് പ്രൊപ്പൽഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ഇവർക്ക് എന്തുണ്ട്? ഇവർക്ക് ഫിൻസ് കൂടെ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇവരുടെ ഈ ഒരു ഫിൻ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇവരെ ആ ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ലോലിഗോ ഒരു കാർണിവോർ ആണ്. ഇത് മെയിൻ ആയിട്ടും ഫീഡിങ്ങിന് വേണ്ടി ഫുഡായിട്ട് എടുക്കുന്നത് ആരെയൊക്കെയാണ്? പ്രോൺസിനെയും ക്രാബ്സിനെയും സ്മോൾ ഫിഷസിനെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഏത്? ഈ ലോലിഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോലിഗോ ഒരു കാർണിവോർ ആണ്. പ്രോൺസിനെയും ക്രാബിനെയും കുഞ്ഞു കുഞ്ഞു ഫിഷസിനെയൊക്കെ ഭക്ഷിക്കുന്ന കാർണിവോർ ആണ് ഏത്? ലോലിഗോ എന്ന് പറയുന്നത്. നമ്മുടെ കോമൺ സ്ക്വിഡ് ആണത്. ഈ ലോലിഗോന്റെ ബോഡി ബൈലേറ്ററലി സിമെട്രിക്കൽ ആയിരിക്കും. ലോലിഗോന്റെ ബോഡി ബൈലേറ്ററലി സിമെട്രിക്കൽ. എസിമെട്രിക്കൽ കാണിക്കുന്ന ഒരാളേ ഉള്ളൂ ഗ്യാസ്ട്രോപോഡ്സ്. ഇവരെന്താണ്? ബൈലേറ്ററലി സിമെട്രിക്കൽ ആയിരിക്കും. ലോങ് ആയിട്ടുള്ള നാരോ സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ടേപ്പറിംഗ് ആയിട്ടുള്ള ഈ ആനിമലിനെ പോപ്പുലർ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് സീ ആരോ. സീ ആരോ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. സീ ആരോ എന്നാണ് നമ്മൾ ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന മറ്റൊരു പേര്. ഈ കോമൺ സ്ക്വിഡിന് മറ്റൊരു പേരാണ് എന്ത്? സീ ആരോ എന്ന് പറയുന്നത്. അപ്പോ ഈ ബോഡിക്ക് രണ്ട് മേജർ ആയിട്ടുള്ള ഡിവിഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഹെഡ്, രണ്ടാമത്തത് ട്രങ്ക് അല്ലെങ്കിൽ വിസറൽ ഹമ്പ്. ഇവരുടെ ബോഡിക്ക് രണ്ട് ഡിവിഷനേ ഉള്ളൂ. ഒന്നാമത്തത് ഹെഡ്, രണ്ടാമത്തെ ട്രങ്ക് അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് വിസറൽ ഹമ്പ്. ഈ രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട്, ഈ ഹെഡിനെയും അതുപോലെ തന്നെ നമ്മുടെ ട്രങ്കിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് വരുന്നത്? ഒരു നാരോ ആയിട്ടുള്ള ഒരു നെക്ക് വരുന്നുണ്ട്. ഒരു നെക്കാണ് ഈ ഹെഡിനെയും ട്രങ്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇവർക്ക് എന്ത് ആബ്സെന്റ് ആണ്? ഫൂട്ട് ആബ്സെന്റ് ആണ്. ഇവർക്ക് ഫൂട്ട് ഒന്നും തന്നെ കാണാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ ഒരു പാർട്ട്, ഏതെങ്കിലും ഒരു പാർട്ട് മോഡിഫൈ ചെയ്തിട്ട് ഒരു ഫണലായിട്ട് മാറുന്നുണ്ട്. ബാക്കിയുള്ളത് എന്തായിട്ട് മാറും? ഓറൽ ആംസ് ആയിട്ട് മാറും. ഒരു പാർട്ട് എന്തായിട്ട് മാറും? ഫണലായിട്ട് മാറും. ബാക്കിയുള്ള പാർട്ട് നമുക്ക് ഇവിടെ കാണാം ഈ ഒരു ആംസ് ആയിട്ടാണ് ഇവർക്ക് മാറുന്നത്. ഇവർക്ക് ഒരുപാട് ആംസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ടെൻഡക്കിൾസ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഐസ് ഉണ്ട്. അതുകൂടാണ്ട് ഈ ഒരു വാട്ടർ ജെറ്റ്, നമ്മൾ പറഞ്ഞു ജെറ്റ് പ്രൊപ്പൽഷൻ ആണല്ലോ ഇവർ കാണിക്കുന്നത്. അപ്പൊ വാട്ടർ ജെറ്റ്, അതുകൊണ്ടാണ് ഇവർക്ക് മാൻഡിൽ ഉണ്ട്, ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ആണത്. പിന്നെ സക്കേഴ്സ്, അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള സക്കേഴ്സും ഇവർ കാണിക്കുന്നുണ്ട്. നമ്മൾ കണ്ടു ഇവരുടെ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹെഡ് ഇവർക്ക് ഉണ്ട്. അപ്പൊ ഇതിൽ എന്തുണ്ടാവും? ഒരു ടെർമിനൽ ആയിട്ടുള്ള മൗത്ത് ഉണ്ടാവും. അതുകൂടാണ്ട് ലാറ്ററൽ ആയിട്ടുള്ള ഒരു പെയർ ഓഫ് ഐസ് കൂടി ഇവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ മൗത്തിനെ എൻസർക്കിൾ ചെയ്തുകൊണ്ട് ഒരു ക്രൗൺ ആയിട്ടുള്ള 10 സർക്കമോറൽ ആംസ് വരുന്നുണ്ട്. 10 സർക്കമോറൽ ആംസ് ഉണ്ടാവും. അതിനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എന്തുണ്ട്? സക്കേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടു ഇവർക്ക് എന്തുണ്ട്? ഇവർക്ക് സക്കേഴ്സ് കാണാൻ വേണ്ടി പറ്റും. സക്കേഴ്സ് ഉണ്ട്. ഇനി ആംസ് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ആംസ് ഫുഡ് കളക്ഷൻ. ഇവർ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. 2 ആംസ് ലോങ് ആയിരിക്കും. അതുകൂടാണ്ട് സ്ലെൻഡർ ആണ്, റിട്രാക്റ്റൈൽ ആണ്. അങ്ങനെയുള്ള ആംസിനെയാണ് നമ്മൾ ടെൻഡക്കുലാർ ആംസ് അല്ലെങ്കിൽ ടെൻഡക്കിൾസ് എന്ന് പറഞ്ഞത്. ടെൻഡക്കുലാർ ആംസ് അല്ലെങ്കിൽ ടെൻഡക്കിൾസ് എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവർ എന്താണ്? ബാക്കിയുള്ളവയൊക്കെ ഷോർട്ട് ആണ്, നോൺ റിട്രാക്റ്റൈൽ ആണ്. അതായത് 2 ആംസ് റിട്രാക്റ്റൈൽ ആണ്, ലോങ് ആണ്, സ്ലെൻഡർ ആണ്. ബാക്കിയുള്ള ആംസ് ഒക്കെ എന്താണ്? ഷോർട്ട് ആണ്, നോൺ റിട്രാക്റ്റൈൽ ആണ്. ഇനി മെയിലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെയിലില് റൈറ്റ് ആയിട്ടുള്ള ടെൻഡക്കുലാർ ആം നമ്മൾ പറഞ്ഞു മെയിലിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കോപ്പുലേറ്ററി ഓർഗൻ ഉണ്ട്. ആ കോപ്പുലേറ്ററി ഓർഗന്റെ പേരാണ് എന്ത്? സ്പാഡിക്സ്. ഈ ഒരു സ്ട്രക്ചർ സെഫാലോപോഡ്സിന്റെ കേസിൽ മറന്നു പോകാൻ പാടില്ല. എക്സാമ്പിൾസ് എഴുതുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഈ ഒരു റൈറ്റ് ടെൻഡക്കുലാർ ആം മോഡിഫൈഡ് ചെയ്തിട്ട് മെയിൽസിലാവുന്ന ഒരു സ്ട്രക്ചർ ആണ് അതിന്റെ കോപ്പുലേറ്ററി ഓർഗൻ ആയിട്ടുള്ള സ്പാഡിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് എന്തിനാണ് ഈ സ്പാഡിക്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവുന്നത്? അതായത് ഫീമെയിലിലേക്ക് മേറ്റിങ്ങിന്റെ സമയത്ത് സ്പേംസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പാഡിക്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോ മൗത്തിൽ എന്തുണ്ടാവും? മൗത്തിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഹോണി ആയിട്ടുള്ള ബീക്ക് ലൈക്ക് ജോസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ബീക്ക് ലൈക്ക് ജോക്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫുഡിനെ കട്ട് ചെയ്യാനും ടിയർ ചെയ്യാനും, കട്ട് ചെയ്ത് ടിയർ ചെയ്യാൻ, ഒന്ന് മുറിക്കാനൊക്കെയാണ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്? ഇവരിലുള്ള ജോസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇവർക്ക് വിസറൽ ഹമ്പ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇവർക്ക് വിസറൽ ഹമ്പ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ വിസറൽ ഹമ്പ് എന്താണ്? ലോങ് ആയിട്ടുള്ള ടെർമിനലി ടേപ്പറിംഗ് ആയിട്ടാണ് നമുക്ക് ആ വിസറൽ ഹമ്പ് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിനെ കവർ ചെയ്തുകൊണ്ട്
തിക്കായിട്ടുള്ള ലെതറി ആയിട്ടുള്ള മസ്കുലാർ മാൻഡിൽ ഉണ്ടാവും. തിക്കായിട്ടുള്ള ലെതറി ആയിട്ടുള്ള മസ്കുലാർ മാൻഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ മാൻഡിൽ ക്യാവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഈ മാൻഡിൽ ക്യാവിറ്റിക്ക് അകത്താണ് നമുക്ക് എന്തിനെ കാണാൻ വേണ്ടി പറ്റുന്നത്? ഗിൽസിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവർക്ക് ഷെല്ലുണ്ട്. ഷെല്ല് ഉണ്ടാവാം ഇല്ലാണ്ടിരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഷെല്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തിന്നായിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഷെല്ലാണ് ഇവർക്കുള്ളത്. അത് ഇന്റേണൽ ആയിരിക്കും. അതിനെ കവർ ചെയ്തുകൊണ്ട് എന്ത് വരുന്നുണ്ട്? ഒരു മാൻഡിൽ കൂടി വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇവർക്ക് ഇങ്ക് സാക്ക് ഒക്കെ, ഇങ്ക് ഗ്ലാൻഡ് ഒക്കെ പ്രസന്റ് ആണ്, പോയിസൺ ഗ്ലാൻഡ് പ്രസന്റ് ആണ്. ഇവരുടെ ഇമോഷൻസിന്റെ ഭാഗമായിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടും കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ലോലിഗോയ്ക്ക് ഒരു ഇങ്ക് സാക്ക് കോംപ്ലക്സ് ഉണ്ട്. അപ്പോ ഈ ഇങ്ക് സാക്ക് കോംപ്ലക്സിൽ കുറച്ച് കോമ്പണൻസ് ഉണ്ട്. ഇങ്ക് സാക്ക് കോംപ്ലക്സിൽ ഒരു ഇങ്ക് സാക്ക് ഉണ്ട്, ഇങ്ക് ഗ്ലാൻഡ് ഉണ്ട്, ഒരു ഇങ്ക് ഡക്റ്റ് ഉണ്ട്. ഈ ഒരു സാധനം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ക് സാക്ക് കോംപ്ലക്സിൽ 3 ആൾക്കാരാണ് ഉള്ളത്. ഇങ്ക് സാക്ക് കോംപ്ലക്സിൽ ഒരു ഇങ്ക് സാക്ക് ഉണ്ട്, അതുകൂടാണ്ട് ഒരു ഇങ്ക് ഗ്ലാൻഡ് ഉണ്ട്, അതുകൂടാണ്ട് ഒരു ഇങ്ക് ഡക്റ്റും കൂടി ഉണ്ട്. സാക്ക് ഉണ്ട്, ഗ്ലാൻഡ് ഉണ്ട്, ഒരു ഡക്റ്റും കൂടി ഉണ്ട്. ഇപ്പൊ എങ്ങോട്ടൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ക് ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് റക്റ്റത്തിലേക്കാണ്. ഇങ്ക് ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് റക്റ്റത്തിലേക്കാണ്. ഇങ്ക് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് മെലാനിൻ. മെലാനിൻ നമുക്കറിയാം ഒരു പിഗ്മെന്റ് ആണ്. നമ്മളെ ബോഡിക്കൊക്കെ കളർ കൊടുക്കുന്ന ഒരാളാണ് മെലാനിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ക് ഗ്ലാൻഡ് മെലാനിൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും. റിച്ച് ഡാർക്ക് കളേർഡ് ഇങ്ക് വിച്ച് സ്റ്റോർഡ് ഇൻ ദ ഇങ്ക് സാക്ക്. ഇനി ഇങ്ക് സാക്കിൽ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഇങ്ക് സാക്കിലാണ് ഈ റിച്ച് ആയിട്ടുള്ള ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഇങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഇങ്ക് ഗ്ലാൻഡ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന എന്താണ്? ഡാർക്ക് കളറേഷൻ ആണ്. അതായത് ഡിസ്കളറേഷൻ സംഭവിക്കുന്ന സമയത്ത് ഒരു പ്രെഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും? ഈ ഒരു ഡിസ്കളറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഇങ്ക് സാക്കിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോ ഇവരെ പോയിട്ട് ഇവർക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, ഈ ലോലിഗോ ഒക്കെ പോലെയുള്ള സെഫാലോപോഡൻസിന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അത് പേടിക്കപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ആനിമൽ ആ ഇങ്കിനെ എന്ത് ചെയ്യും? പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യും. അത് അതിന്റെ ഇങ്ക് സാക്കിൽ നിന്ന്, ആ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇങ്ക് സാക്കിൽ നിന്ന് ആ ഒരു ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഇങ്ക് അവർ പുറത്തേക്കൊക്കെ എന്ത് ചെയ്യും? സെക്രീറ്റ് ചെയ്ത് വിടും, ഡിസ്ചാർജ് ചെയ്ത് വിടും. അപ്പൊ എന്ത് ചെയ്യും? അത് നമ്മളെ സറൗണ്ടിങ്സിനെ ഒന്ന് ഡിസ്കളർ ആവും. ആ ഒരു ഇങ്ക് സാക്കിൽ നിന്ന് നമ്മൾ ഈ ഡാർക്ക് കളർ സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ സറൗണ്ടിങ് റീജിയൻ മൊത്തം എന്താവും? മൊത്തം ഡിസ്കളറേഷൻ സംഭവിക്കുകയും അതൊരു കൺസീൽമെന്റ് ആണ്. അതുകൂടാണ്ട് അവർക്ക് എനിമീസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ് ഈ ഒരു ഇങ്ക് സാക്കിലുള്ള ഈ ഒരു സെക്രീഷൻ കൊണ്ട് നടത്തുന്നത്. ലോലിഗോനെ പറ്റി പറയാനാണെങ്കിൽ ലോലിഗോയ്ക്ക് റാപ്പിഡ് കളർ ചേഞ്ച് ഉണ്ടാവും. ലോലിഗോയ്ക്ക് റാപ്പിഡ് ആയിട്ടുള്ള കളർ ചേഞ്ച് ഉണ്ടാവും. റാപ്പിഡ് ആയിട്ടുള്ള കളർ ചേഞ്ചിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് സ്കിന്നിലുള്ള ക്രോമാറ്റോഫോഴ്സ് ആണ്. ലോലിഗോയ്ക്ക് റാപ്പിഡ് ആയിട്ടുള്ള കളർ ചേഞ്ച് ഉണ്ട്. ആ കളർ ചേഞ്ചിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ സ്കിന്നിലുള്ള ക്രോമാറ്റോഫോഴ്സ് ആണ്. ക്രോമാറ്റോ മീൻസ് വാട്ട്? കളറായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ക്രോമാറ്റോഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്രോമാറ്റോഫോഴ്സ് ആർക്കുണ്ട്? സ്കിന്നിൽ ലോലിഗോയ്ക്ക് കാണാൻ വേണ്ടി പറ്റും. കളർ ചേഞ്ചിന് നല്ല ഡിഫെൻസീവ് വാല്യൂ ഉണ്ട്. അതായത് ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് ഇവർ കൊണ്ട് നടക്കുന്ന എന്തിനെയാണ്? ഈ ഒരു കളർ ചേഞ്ചിനെയാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ക്ലാസ് സെഫാലോപോഡൻസിനെ പറ്റിയിട്ടാണ്. ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണ് ഇത്, ക്ലാസ് സെഫാലോപോഡൻസ് എന്ന് പറയുന്നത്. ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള, അതുകൂടാണ്ട് ഇൻവെർട്ടിബ്രേറ്റ്സിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് സെഫാലോപോഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോലിഗോ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് എന്തൊക്കെയുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്? ഇവരുടെ ഒരു പോയിസൺ ഗ്ലാൻഡ് ആണ്. പോയിസൺ ഗ്ലാൻഡ് കൂടാണ്ട് ഇവർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഇങ്ക് ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഇവരുടെ സാക്കിൽ നിന്നൊക്കെ വരുന്ന ഒരു ഇങ്ക് കോംപ്ലക്സ് ഇവർക്കുണ്ട്. ഇങ്ക് ഗ്ലാൻഡ് ഉണ്ട്, ഇങ്ക് സാക്ക് ഉണ്ട്, അതുകൂടാണ്ട് ഇവർക്കൊരു ഇങ്ക് ഡക്റ്റും കൂടി ഉണ്ട്. അപ്പോൾ അവരെന്തൊക്കെ സെക്രീറ്റ് ചെയ്യും? ഒരു ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഇങ്ക് സെക്രീറ്റ് ചെയ്യുമ്പോൾ അവരുടെ സറൗണ്ടിങ് റീജിയൻ എന്താവുന്നുണ്ട്? ഡിസ്കളറേഷൻ സംഭവിക്കുകയും അതൊരു കൺസീൽമെന്റ് ആയിട്ട് ആക്ട് ചെയ്യും. പ്രിഡേറ്റേഴ്സിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. അതുകൂടാണ്ട് നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ് ഇവർക്ക് ആംസ് ഒക്കെ പ്രസന്റ് ആണ്. അതുകൂടാണ്ട് ഇവർക്ക് ഡിഫെൻസീവ് വാല്യൂവിന് വേണ്ടിയിട്ടാണ് ഈ ഡിസ്കളറേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഇവർക്ക് ക്രൊമാറ്റോഫോഴ്സ്, ലോലിഗോന്റെ കേസിലൊക്കെ പറയാനാണെങ്കിൽ ഇവർക്ക് ക്രൊമാറ്റോഫോഴ്സും പ്രസന്റ് ആണ്. നമ്മൾ ഇതിന് നമുക്ക് എഡിബിൾ ആണ്, നമുക്ക് ഫുഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരാളാണ് ലോലിഗോ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്ലാസ്സസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി അവസാനമായിട്ട് ഇവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഇവർ നമ്മളൊരു ഫുഡിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. നമ്മൾ പറഞ്ഞു മൊളസ്കൻസ് മെയിൻ ആയിട്ടും എല്ലാവരും എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് മൊളസ്ക് എന്ന് പറയുന്നത്.
അപ്പോൾ മൊളസ്കിൽ ഏകദേശം എല്ലാ സ്പീഷീസും എന്താണ്, എല്ലാ സ്പീഷീസും ഫുഡായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. നമുക്ക് ഏകദേശം എല്ലാ സ്പീഷീസിനെയും ഫുഡായിട്ട് കൺസ്യൂം ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നല്ലാണ്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. എക്സലന്റ് സോഴ്സ് ഓഫ് ന്യൂട്രീഷ്യസ് ആൻഡ് ഡെലീഷ്യസ് ഫുഡാണ്. ഇവരെ നമുക്ക് ഒരുപാട് കൺട്രീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ കുഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫുഡായിട്ട് ഇവരെ ആക്ട് ചെയ്യാനുണ്ട്. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഓയിസ്റ്റേഴ്സ്, മസൽസ്, ക്ലാംസ്, സ്ക്വിഡ്സ്. നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾസ് ആണ് ഓയിസ്റ്റേഴ്സ്, മസൽസ്, ക്ലാംസ്, സ്ക്വിഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ പേളിന്റെ സോഴ്സ്, നമുക്ക് മുത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിംഗ് ചെയ്യാറുണ്ട്. ഫാമിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മൊളസ്ക് ആണ് ഈ ഒരു പേളിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ചില മറൈൻ മൊളസ്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ചില മറൈൻ മൊളസ്ക് പ്രഷ്യസ് ആയിട്ടുള്ള പേൾസ്, നല്ല മുത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറൈൻ ഫോംസ് ആണ് പിങ്ടാഡ മാർഗാരിറ്റിഫെറ, പിങ്ടാഡ ഫുക്കേറ്റ എന്ന് പറഞ്ഞ എക്സാമ്പിൾ. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക. പിങ്ടാഡ മാർഗാരിറ്റിഫെറ, അതുപോലെ തന്നെ പിങ്ടാഡ ഫ്യൂക്കേറ്റ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇവരൊരു സിമെന്റിന് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതിന്റെ സോഴ്സ് ആയിട്ടുള്ള ലൈം പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഷെൽസ് ഓഫ് മെനി മൊളസ്ക് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ലൈം പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലൈം എന്ന് പറയുന്നത് പോൾട്രി ഫീഡ്സിൽ നമ്മുടെ എഗ്ഷെല്ലിന്റെ ഫോർമേഷനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എഗ്ഷെല്ലിന്റെ ഫോർമേഷന് വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഏത്, ലൈം എന്ന് പറഞ്ഞത്. അതുകൂടാണ്ട് സിമെന്റിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ക്യൂരിയോസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു നല്ല വാല്യൂ ഉള്ള ഒരു സാധനമാണ് ക്യൂരിയോസ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെല്ലാണ്. ചില മൊളസ്കിന്റെ ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെൽ എന്ന് പറയുന്നത് ഹൈലി പ്രൈസ്ഡ് ആയിട്ടുള്ള ക്യൂരിയോസ് ആണ്. നമ്മൾ അതിന്റെ ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുകൂടാണ്ട് ഇത് സോഴ്സ് ഓഫ് ഡൈസ് ആണ്, ഡൈന്റെ സോഴ്സ് ആണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചില സ്നെയിൽസിലുള്ള പേർപ്പിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്നെയിൽസിലുള്ള പേർപ്പിൾ എന്ന് പറഞ്ഞൊരു സാധനം ക്ലോത്ത്സ് ഡൈ ചെയ്യാൻ വേണ്ടി, അതായത് കളർ മുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പേളിന്റെ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ലൈമിന്റെ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യും, ക്യൂരിയോസ് ആയിട്ടും സോഴ്സ് ഓഫ് ഡൈസ് ആയിട്ട് യൂസ് ചെയ്യും. ഇനി അതുകൂടാണ്ട് പോളിഷിംഗ് മെറ്റീരിയൽ, പോളിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് കട്ടൽ ബോൺസ്, സെപ്പിയന്റെ കട്ടൽ ബോൺസ് ആണ് നമ്മൾ ഗ്ലാസ് ഒക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് ഇവർ വരാറുണ്ട്. ചില ഫ്രഷ് വാട്ടർ സ്നെയില് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് അല്ലെങ്കിൽ വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. ചില പാരസിറ്റിക് ഫ്ലാറ്റ് വേംസിന്റെ എന്തായിട്ട് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് അല്ലെങ്കിൽ വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ലിംനിയ ആൻഡ് പ്ലാനോർബിസ് ഒക്കെ. അങ്ങനെ ചിലപ്പോൾ അഗ്രികൾച്ചറൽ പെസ്റ്റ് ആയിട്ട്, കീടങ്ങളായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ചില ടെറസ്ട്രിയൽ സ്ലഗ്സോ സ്നെയിൽസോ എല്ലാം ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ പെസ്റ്റ് ആണ്. അതായത് അഗ്രികൾച്ചറൽ ലാൻഡിലൊക്കെ വല്ലാണ്ട് ഡിസ്ട്രക്ഷൻസ് കോസ് ചെയ്യുന്നതും ക്രോപ്പിന്റെ ഈൽഡിലൊക്കെ വല്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ആഫ്രിക്കൻ സ്നെയിൽ. നമ്മൾ ഒരുപാട് വാർത്തയിലൊക്കെ കണ്ടൊരു സാധനമാണ് ആഫ്രിക്കൻ സ്നെയിൽ എന്ന് പറയുന്നത്. അതും ഒരു അഗ്രികൾച്ചറൽ പെസ്റ്റ് ആണ്. നമ്മുടെ ഫൈലം മൊളസ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ ഇത് ഫുഡ് ബോറേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഫുഡ് ബോറിംഗ് ആയിട്ടുള്ള വൈവാൾസ് ഉണ്ട്. ടെറഡോ അല്ലെങ്കിൽ ഫൊളാസ് ഒക്കെ നമ്മുടെ വുഡൻ ഷിപ്പ്, ബോട്ട്, തടി കൊണ്ട് ഉണ്ടാക്കിയ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ എന്ത് കോസ് ചെയ്യുന്നുണ്ട്, അതിന്റെ സബ്മേർജ്ഡ് ആയിട്ടുള്ള പാർട്സ്, മുങ്ങിക്കിടക്കുന്ന ആ ഒരു ഭാഗത്ത് സീരിയസ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുകയും മൊത്തത്തിൽ ആ ഒരു ഷിപ്പിനെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ കൊമേഴ്ഷ്യൽ പ്രോഡക്ട്സിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതായത് ചില മൊളസ്കിന്റെ ഷെല്ല് എന്തിനു വേണ്ടിയിട്ട്, ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ബട്ടൺസ്, ഷർട്ടിലൊക്കെ ഉള്ള ബട്ടൺസ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ പ്രോഡക്ട്സിന്റെ സോഴ്സ് ആയിട്ട് ഫൈലം മൊളസ്ക് ആക്ട് ചെയ്യാറുണ്ട്. ഇനിയിപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ച സെഫാലോപോഡൻസ് എന്ന് പറഞ്ഞ ക്ലാസ്, അതിലുള്ള ആൾക്കാർ ചിലപ്പം ഫില്ലറ്റ്സോ അല്ലെങ്കിൽ ട്യൂബ്സോ സ്ക്വിഡ് റിങ്സോ സ്റ്റഫ്ഡ് ആയിട്ടുള്ള സ്ക്വിഡിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ചെറിയ സൈസുള്ള സ്ക്വിഡ്സിനെ നമുക്ക് മാനുവർ ആയിട്ട്, അതായത് വളങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി സ്ക്വിഡിന്റെ ലിവർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുണ്ട്. അതിൽ നിന്ന് ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഓയിൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഇതിന് വേണ്ടിയിട്ട് പെയിന്റ്സ് ആയിട്ട്, പെയിന്റിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ലിവർ ഓഫ് സ്ക്വിഡ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും, ഹൈ ഗ്രേഡ് ഉള്ള ഓയിൽസ്. ഇനി മൊളസ്കൻ വേസ്റ്റ്, നമ്മൾ ഈ മൊളസ്കിന്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ പോൾട്രി ഫീഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഡൊമസ്റ്റിക് ആനിമൽസിന് നമ്മൾ ഫീഡായിട്ട് ഉപയോഗിക്കാറുണ്ട്.
അപ്പൊ ഇത്രയാണ് നമുക്ക് ഫൈലം മൊളസ്കിന്റെ ക്ലാസസിനെയും എക്കണോമിക് ഇമ്പോർട്ടൻസിനെയും പറ്റിയിട്ട് പഠിക്കാനുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഫൈലമാണ് ഏത്? ഫൈലം മൊളസ്ക എന്ന് പറയുന്നത്. ഇനി ഓർണമെന്റൽ ആയിട്ടായാലും ക്യൂരിയോസ് ആയിട്ടായാലും ഫുഡ് ആയിട്ടായാലും ഈവൻ സ്റ്റഫ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടി അതുപോലെ തന്നെ പോൾട്രിക്കും ബാക്കിയുള്ള അനിമൽസിന് ഫീഡ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് അല്ലെങ്കിൽ ഫൈലമാണ് ഫൈലം മൊളസ്ക എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.